വേൾഡിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ യു എയിലാണെന്ന് എത്ര പേർക്കറിയാം? എന്നാൽ അത് നമ്മളെ യു എയിലുള്ള റാസൽ ഖൈമ എമിറേറ്റ്സിലെ ജബൽ ജയ്സിലുള്ള സിപ്പ് ലൈനാണ് വേൾഡ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. ഇതറിഞ്ഞപ്പം തൊട്ട് നമ്മൾ യു എയിൽ നിൽക്കുന്ന ആളും ആകുമ്പോൾ എന്തായാലും ഒന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ഓഫറിന് കിട്ടി, 30% ഓഫർ വന്നപ്പം അതിന് ബുക്ക് ചെയ്തു പോയി. ഞങ്ങൾ 4 ഫ്രണ്ട്സായിരുന്നു പോയിരുന്നത്. അതിൻ്റെ കോസ്റ്റ് വരുന്നത് 600 ദിറംസ്, അറൗണ്ട് 550 to 600 ദിറംസാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. എനിക്കത് ഓഫറിലാണ് കിട്ടിയത്. നമ്മുടെ ഇതിൻ്റെ ചാർജ് വരുന്നത് 400 ദിറംസാണ്. വിത്ത് ക്യാമറയാണ് 600 ദിറംസ് വരുന്നത്. എന്തായാലും നമ്മൾ പോവല്ലേ, അപ്പോൾ അതിൻ്റെ വീഡിയോ മെമ്മറി ആയിട്ട് വെക്കാനായിട്ട് വീഡിയോയും കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ചിലപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി, ഇതുപോലത്തെ ഓഫേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓൺലൈനിലാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത്. ആരൊക്കെ ഇതിന് എലിജിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 കിലോ മുതൽ 120 കിലോ വരെയാണ് ഇതിന് വെയിറ്റ് വരുന്നത്. അത്രയും വെയിറ്റുള്ള ആളുകൾ. അതുപോലെ മിനിമം ഹൈറ്റ് 120 സെൻറ്റിമീറ്റർ. പിന്നെ 18 ഇയേഴ്സ് പൂർത്തിയാവണം എന്നൊന്നും നിർബന്ധമില്ല. 18 ഇയേഴ്സ് അല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും 40 കിലോ വെയിറ്റും അതുപോലെ 130 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം പോയിട്ട് ബുക്ക് ചെയ്യാം. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ലൈഫിൽ 1 ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 2.83 കിലോമീറ്ററാണ്. പെർ കിലോമീറ്റർ 120 to 160 വരെ സ്പീഡ് ഇതിനുണ്ട്. ഞങ്ങളിത് നേരത്തെ ബുക്ക് ചെയ്തു. ടൈം ആകുമ്പോൾ എപ്പോഴാണോ നമുക്ക് ടൈം സ്ലോട്ട് കിട്ടുന്നത് അതിൻ്റെ 30 മിനിറ്റ്സ് മുമ്പ് അവിടെ എത്തണം. എന്നിട്ട് നമ്മൾ അവിടുത്തെ അഫിഡവിറ്റൊക്കെ ഉണ്ട്, അത് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ക്യാമറ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാം. പിന്നെ ഇവിടെ വന്നിട്ട് അവർ ഈ കോലത്തിൽ ഡ്രസ്സ് ചെയ്ത് തരും. നല്ല രസമായിരുന്നു, എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. ഞങ്ങൾ 4 ആൾക്കാരും ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഫുൾ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ പാട്ടിൽ ഞങ്ങളിങ്ങനെ ഡാൻസ് കളിക്കുമായിരുന്നു. ഞങ്ങൾ ഡാൻസ് കളിക്കുന്നിട്ട് അവർ ചോദിച്ചു ഞങ്ങളൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഡാൻസിൻ്റെ വീഡിയോ അവരെടുത്ത് അവരുടെ ഇൻസ്റ്റാ പേജിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. സത്യത്തിലുള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിലും ഇത്രയും ഹൈറ്റിൽ ചെയ്യുമല്ലോ, അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തു. ഇപ്പം മുഖത്ത് കണ്ടോ ചെറിയ പേടിയുണ്ടേ, അത് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതാണ്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഒന്നാമത്തെ വേൾഡ് ലോങ്ങസ്റ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. പിന്നെ വന്നിട്ട് എല്ലാവരോടും തള്ളാലോ, അതാണ് മെയിൻ. തള്ളൽ മുഖ്യം ബിഗിലേ. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് 9:30 to 4 ആണ് നോർമൽ ഇപ്പോഴത്തെ ടൈമിങ്, ഏപ്രിൽ വരെ. പിന്നെ സമ്മറിൽ 10:30 to 5 വരെ ഉണ്ട്. എന്തായാലും നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്യണം, എന്നിട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇതേ ഞാനിപ്പോൾ വിടും കേട്ടോ. അവർ വിട്ട് കഴിഞ്ഞു റബ്ബേ, അതേ പോന്നു. പറിച്ചോനെ നിങ്ങൾ കാത്തോളി. ഒരാറ്റ പോക്ക, നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഏതായാലും ഒരു പൊളി അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഇതെൻ്റെ ഗോപ്രോൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മളിപ്പോൾ ഈ മൗണ്ടൻസൊക്കെ ഹൈക്ക് ചെയ്യാറുണ്ട്. പൊതുവേ ഹൈക്കിംഗ് ഭ്രാന്തുള്ളതുകൊണ്ട് മൗണ്ടൻസ് ഹൈക്ക് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഈ മൗണ്ടൻസിൽ ഇങ്ങനെ നടന്ന് കയറിയിട്ടുള്ള വ്യൂ അല്ലേ, ആ വ്യൂ ഒരു ബേർഡ് ഐ വ്യൂ പോലെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ത്രില്ലുണ്ടല്ലോ എൻ്റെ മാഷേ, അത് ഒരു രസം തന്നെയാണ്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കൈയൊന്നും അനക്കാൻ പാടില്ല, മേലിൽ കെട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞാനതനുസരിച്ചു. കാരണം ഇത് ആകെ ഏറിക്കിടക്കുന്ന എയറിലുള്ള കളിയായതുകൊണ്ടേ അതങ്ങനെ തന്നെ വെച്ചു. പിന്നെ നല്ല വെയിലുള്ള സമയത്തായിരുന്നു. പിന്നെ ഈ കാറ്റും ഒക്കെ കൂടിയായിട്ട് വായകാകെ ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വ്യൂ, ഇറ്റ് വാസ് സൂപ്പർ അമേസിങ്. അതിങ്ങനെ മേലെ കിടന്നിങ്ങനെ കാണുമ്പോൾ ചില സിപ്പ് ലൈനിൽ ഇരുന്നിട്ട് പോകുന്നുണ്ടല്ലോ, ഇതിങ്ങനെ കിടന്നിട്ടായതുകൊണ്ടേ ഫുള്ളിങ്ങനെ നമുക്ക് കാണാൻ പറ്റുക. ഈ ജബൽ ജയ്സിൻ്റെ ഫുള്ള് മലകളും ഇങ്ങനെ അതിൻ്റെ മേലെ കൂടെ നമ്മൾ പറക്കുക. ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരുന്നു. എല്ലാവരും പറ്റുന്നവരൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് വെയിറ്റ് കുറഞ്ഞു പോയതുകൊണ്ട് ലാസ്റ്റ് എൻഡ് പോയിന്റിലേക്ക് എത്തിയില്ല, കുറച്ച് മുമ്പ് അങ്ങ് നിന്നുപോയി. പിന്നെ അവരൊരു റോപ്പ് ഉണ്ട് അവിടെ, അത് വലിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിച്ചിട്ട് അവരുടെ അടുത്തേക്ക് എത്തി. പിന്നെ അതെത്തിയതിന് ശേഷം ഈ ഡ്രസ്സൊക്കെ ഊരി തന്നു. എന്നിട്ട് മാറ്റിയിട്ട് ആ ബാഗ് മാത്രം ഇട്ടിട്ട് ഇവിടുന്ന് നമ്മളെ വെഹിക്കിൾ പോയിന്റിലോട്ട് ഒരു ചെറിയ സിപ്പ് ലൈനും കൂടെ ഉണ്ട്, അത് ഇരുന്നിട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ കൈയൊക്കെ വീശി നല്ല അർമാദിച്ച് ആഘോഷിച്ചിട്ടാണ് പോയത്. എന്തൊക്കെ പറഞ്ഞാലും ഇതേപോലെ ഒരു ബക്കറ്റ് ഡെസ്റ്റിനേഷൻ പൂർത്തിയാക്കിയതിൻ്റെ എല്ലാവിധ സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരുന്നു. വേർത്ത് ഇനഫാണ്. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള
വേൾഡ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ഇൻ റാസൽ ഖൈമ. പറ്റുന്നവരൊക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത അഡ്വഞ്ചറുമായിട്ട് പിന്നെ കാണാം. ബൈ.